യോഹന്നാൻ തൻ്റെ 2 ശിഷ്യന്മാരുമായി നടക്കുന്ന സമയത്ത് യേശുതമ്പുരാനെ കണ്ടുമുട്ടുന്നു. യോഹന്നാൻ യേശുതമ്പുരാനെ നോക്കിയിട്ട് പറയുന്നു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവരെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ഗലീലയിലെ ബേത്സയിദയിലാണ് ജനിച്ചത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ സ്നാപയോഹന്നാന്റെ ശിഷ്യനായ അന്ത്രയോസിന് അദ്ദേഹം ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കുന്നു. യേശുവിന്റെ പിന്നാലെ വരുന്ന അന്ത്രയോസിനോട് നീ എന്ത് അന്വേഷിക്കുന്നുവെന്ന് യേശുതമ്പുരാൻ ചോദിക്കുന്നുണ്ട്. റബ്ബി, നീ എവിടെ പാർക്കുന്നു എന്നാണ് മറുചോദ്യം. യേശുതമ്പുരാൻ അവനോട് പറയുന്നു, വന്നു കാണുക. വഴിയരികിലെ കാഴ്ചക്കാരനായല്ല, കൂടെ നടക്കുവാനാണ് നിന്നെ നിയോഗിച്ചിരിക്കുന്നതെന്നാണ് ആ വാക്കുകളുടെ അർത്ഥം. എന്നാൽ മത്തായിയുടെയും മർക്കോസിന്റെയും സുവിശേഷത്തിൽ മത്സ്യബന്ധനത്തിനിടയ്ക്കാണ് ക്രിസ്തുവിനെ അന്ത്രയോസ് കണ്ടെത്തുന്നത്. അന്ത്രയോസാണ് പത്രോസിനെ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് എത്തിക്കുന്നത്. താൻ അറിഞ്ഞ വിശ്വസിച്ച ആ സുവിശേഷം തൻ്റെ സഹോദരനിലേക്ക് പങ്കുവയ്ക്കുന്നതിൽ വളരെ സന്തോഷമുള്ള അന്ത്രയോസിനെയാണ് നമ്മൾ കാണുന്നത്. യുഗാന്ത്യത്തെ പറ്റി ക്രിസ്തുവിനോട് ചോദിക്കുന്നതിൽ ഒരാളും അന്ത്രയോസ് ആണ്. 5 അപ്പം 5000 പേർക്ക് കൊടുക്കുന്ന സംഭവത്തിൽ 5 അപ്പവും 2 മീനുമുള്ള ആ ബാലനെ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് എത്തിക്കുന്നത് അന്ത്രയോസ് ആണെന്ന് മർക്കോസിന്റെ സുവിശേഷം പ്രത്യേകമായി രേഖപ്പെടുത്തുന്നു. മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ് അന്ത്രയോസിന്റെ ജീവിതത്തിലെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പിന്നീട് അത് ആവർത്തിക്കുന്നുണ്ട്. പെസഹ പെരുന്നാളിന് നമസ്കരിക്കുവാൻ വന്ന യവനന്മാരെ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നത് ഫിലിപ്പും അന്ത്രയോസും ചേർന്നാണ്. പിതാക്കന്മാർ അന്ത്രയോസിനെ പറ്റി പഠിപ്പിക്കുന്നത് മുക്കുവനായിരുന്ന അന്ത്രയോസ് പിന്നീട് യോഹന്നാൻ സ്നാപകന്റെ സമൂഹത്തിൽ ചേർന്നുവെന്നും അദ്ദേഹം ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നു എന്നുമാണ്. ന്യായപ്രമാണത്തിലും പ്രവചന ഗ്രന്ഥത്തിലുമുള്ള പാണ്ഡിത്യം ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിന് വേഗം സഹായിച്ചു. അന്ത്രയോസും കുരിശുമരണം വരിച്ചു എന്നാണ് പാരമ്പര്യത്തിൽ പറയുന്നത്. ആ കയ്യിൽ വെച്ച് ആണ് മരണം സംഭവിക്കുന്നത്. എങ്കിലും പിന്നീട് കോൺസ്റ്റാന്റിനോപ്പിലേക്കും അവിടുന്ന് റോമിലേക്കും ഭൗതിക അവശിഷ്ടം മാറ്റിയെന്നും പറയപ്പെടുന്നു. നവംബർ 30 അന്ത്രയോസ് ശ്ലീഹായുടെ ഓർമ്മയായിട്ട് കൊണ്ടാടുന്നത്. ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുക, തന്നേക്കാൾ മറ്റുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരിക, മറ്റുള്ളവരിലെ നല്ല ഗുണങ്ങൾ ഉയർത്തി കാണിക്കുക, സത്യാന്വേഷണം, ചോദ്യങ്ങൾ ചോദിക്കുക എന്നിവയെല്ലാം അന്ത്രയോസ് ശ്ലീഹായിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടുന്ന ഗുണമാണ്. ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് പത്രോസിനെയും യവനന്മാരെയും അതോടൊപ്പം തന്നെ ആ ചെറിയ ബാലനെയും ഒക്കെ അന്ത്രയോസ് കൊണ്ടുവരുന്നതിലൂടെ മറ്റുള്ളവർക്ക് വളരെ പ്രാധാന്യം നൽകുന്ന ഒരു ശ്ലീഹായാണ് അന്ത്രയോസ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ആത്മീക ജീവിതത്തിലും നമ്മൾ ആത്മീകമായി വളരുന്നതിനോടൊപ്പം മറ്റുള്ളവരെ കൂടെ ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാനും നമുക്ക് സാധിക്കണം. ഒരിക്കലും മറ്റുള്ളവരുടെ ആത്മീക വളർച്ചയിൽ അസൂയുള്ളവരാകാതെ മറിച്ച് അവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കുവാനുള്ള ഒരു വലിയ മനസ്സാണ് അന്ത്രയോസ് ശ്ലീഹ നമുക്ക് കാണിച്ചു തരുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ.